അപ്പോ എന്തുകൊണ്ടായിരിക്കും ഒരു ഹീറോ, അതും യുദ്ധം തുടങ്ങാൻ പോകുന്ന ആ നിർണായക നിമിഷത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് തുടങ്ങാം. അർജുനന്റെ ആ വലിയ തീരുമാനത്തിലേക്ക് നയിച്ച ആ നിമിഷങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു തകർച്ചയുടെ നിമിഷങ്ങളായിരുന്നു. ശരീരം മാത്രമല്ല, മനസ്സും ഒരേപോലെ തകർന്നു പോയൊരവസ്ഥ. നോക്കൂ, ആ ഒരു മാനസിക സംഘർഷം അദ്ദേഹത്തിന്റെ ശരീരത്തെ എങ്ങനെയാണ് ബാധിച്ചത് എന്ന്. കൈയും കാലുമൊക്കെ തളരുന്നു, തൊണ്ട വരളുന്നു, ശരീരം വിറയ്ക്കുകയാണ്. ഇതൊരിക്കലും ഒരു യോദ്ധാവിന്റെ ലക്ഷണമല്ല, അല്ലേ? ഇത് തകർന്നുപോയ ഒരു സാധാരണ മനുഷ്യന്റെ ചിത്രമാണ്. അപ്പോ ഈ കാണുന്ന ശാരീരിക പ്രശ്നങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ചിന്തകളൊക്കെ ചിതറിപ്പോകുന്നു, മനസ്സിനൊരു നിയന്ത്രണവുമില്ല, ഒന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇതിനെല്ലാത്തിനും മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇതിഹാസ വില്ല് ഗാണ്ഡീവം അത് കയ്യിൽ നിന്നും വഴുതി താഴെ വീഴുന്നു. ഓർക്കണം, അതൊരു വെറും വില്ലല്ല, അത് അർജുനന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. ആ വില്ല് താഴെ വീഴുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു യോദ്ധാവ് എന്ന നിലയിൽ അർജുനൻ ഇല്ലാതാവുന്നു എന്ന് തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടാണ് അർജുനന് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ തകർച്ചയുടെ യഥാർത്ഥ കാരണം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യുദ്ധകളത്തിൽ അദ്ദേഹത്തിന് എതിർവശത്ത് നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കണം. അവരൊന്നും ശത്രുക്കളല്ല, അവർ ഗുരുക്കന്മാരാണ്, മുത്തശ്ശന്മാരാണ്, സഹോദരങ്ങളാണ്, സ്വന്തം ആളുകൾ. ഇവരെയാണോ ഞാൻ കൊല്ലേണ്ടത്? ഇതാണ് ചോദ്യം. ഈ ഒരു ശാരീരികവും മാനസികവുമായ തകർച്ചയുടെ പാരമ്യത്തിൽ അർജുനൻ തന്റെ ഫൈനൽ ഡിസിഷൻ പറയുന്നു, ഒരൊറ്റ ശ്ലോകത്തിലൂടെ. ആ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഇതൊരു അപേക്ഷയോ അല്ലെങ്കിൽ ഒരു സംശയവുമല്ല. ഇത് അർജുനന്റെ ഉറച്ച ശക്തമായ ഒരു നിഷേധമാണ്. ഓരോ വാക്കിനും ഒരു കവചത്തിന്റെ ഉറപ്പുണ്ട്. നമുക്ക് ആ സംസ്കൃത ശ്ലോകത്തിലെ ചില വാക്കുകളെന്ന് നോക്കിയാലോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ന ഹന്തും ഇച്ഛാമി എന്ന് വെച്ചാൽ എനിക്ക് കൊല്ലാൻ കഴിയില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്, മറിച്ച് കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. കണ്ടോ വ്യത്യാസം? ഇത് കഴിവില്ലായ്മയുടെ പ്രശ്നമല്ല, ഇത് എന്റെ ഇച്ഛാശക്തിയുടെ, എന്റെ മനസ്സിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് വെറും ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് അല്ല. അർജുനൻ എല്ലാ വശവും ആലോചിച്ച് ഒരു ധാർമ്മികമായ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി അതിൽ നിന്നൊരു പിന്നോട്ട് പോക്കില്ല. അപ്പോ ചിലർക്ക് തോന്നാം അർജുനൻ വെറുതെ വികാരത്തിനടിമപ്പെട്ട് സംസാരിക്കുകയാണെന്ന്. പക്ഷെ അതാണോ സത്യം? അല്ല. അദ്ദേഹത്തിന്റെ ഈ ഇല്ല എന്ന വാക്കിന് പിന്നിൽ പാറ പോലെ ഉറപ്പുള്ള ഒരു ലോജിക് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ലോജിക് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ ക്ലിയർ ആണ്. സ്റ്റെപ്പ് 1, അടിസ്ഥാന തത്വം ഇതാണ്: സ്വന്തം കുടുംബാംഗങ്ങളെ കൊല്ലുന്നത് തെറ്റാണ്. സിമ്പിൾ. ഈ ഒരു ഒറ്റ പോയിന്റിൽ നിന്നാണ് അദ്ദേഹം തന്റെ വാദങ്ങളെല്ലാം പടുത്തുയർത്തുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ ശക്തി ശരിക്കും കാണിച്ചു തരുന്നുണ്ട്, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 3 ലോകങ്ങളുടെയും, അതായത് സ്വർഗം, ഭൂമി, പാതാളം, ഇതിന്റെ എല്ലാം സാമ്രാജ്യം തരാമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ തെറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഞാൻ വെറുമൊരു രാജ്യത്തിനു വേണ്ടി, ഈ ഭൂമിയിലൊരു ചെറിയ രാജ്യത്തിനു വേണ്ടി അതെങ്ങനെ ചെയ്യാനാണ്? പവർഫുൾ ആർഗ്യുമെന്റ് ആണത്. ശരി, ഇത്രയും നേരം അർജുനൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരാളെ മറന്നുപോയി. തേരാളിയായി കൂടെയിരിക്കുന്ന കൃഷ്ണൻ. അദ്ദേഹം എന്തായിരുന്നു ഈ സമയം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. എന്നാൽ ആ മൗനത്തിന് ചിലപ്പോൾ വാക്കുകളേക്കാൾ വലിയ അർത്ഥമുണ്ടാകും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്നാണ് വിളിക്കുന്നത്. അതായത് മധു എന്ന അസുരനെ കൊന്നവൻ, തിന്മയെ നശിപ്പിക്കാൻ അവതരിച്ച കൃഷ്ണൻ. അതാണ് ആ പേരിന്റെ അർത്ഥം. അപ്പോ ഒരു വശത്ത് തിന്മയെ നശിപ്പിക്കുക എന്ന കൃഷ്ണന്റെ ദൈവിക ദൗത്യം, മറുവശത്ത് സ്വന്തം ബന്ധുക്കളെ കൊല്ലാൻ പറ്റാത്ത അർജുനന്റെ മാനുഷികമായ പ്രതിസന്ധി. ഈ 2 ആശയങ്ങളും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ആ ഒരൊറ്റ വിളിയിലുണ്ട്. അപ്പോ അർജുനൻ തന്റെ ഹൃദയം തുറന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൃഷ്ണൻ മൗനം പാലിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. എന്തായിരിക്കും ആ നിശബ്ദതയ്ക്ക് കാരണം? കൃഷ്ണന്റെ ആ മൗനം അതൊരു താല്പര്യമില്ലായ്മയല്ല, മറിച്ച് അത് ക്ഷമയാണ്. അർജുനന്റെ മനസ്സിലുള്ളതെല്ലാം, അവന്റെ എല്ലാ വാദങ്ങളും, അതൊക്കെ അവൻ പറഞ്ഞു തീർക്കട്ടെ. അതുവരെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉപദേശം കൊടുക്കുന്നതിനു മുൻപ് മറ്റൊരാളെ പൂർണ്ണമായി കേൾക്കണം എന്നൊരു വലിയ പാഠം കൂടിയുണ്ട് ഇതിൽ. ഓക്കെ, അപ്പൊ ഈ 1000കണക്കിന് വർഷം പഴക്കമുള്ള ഈ കഥയ്ക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലെ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ സംഭവം നമ്മളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ?
അപ്പോൾ അർജുനന്റെ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ചില നോൺ നെഗോഷ്യബിൾസ് വേണം. അതായത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ചില കാര്യങ്ങൾ. എന്ത് വലിയ ഓഫർ കിട്ടിയാലും എന്ത് പ്രലോഭനമുണ്ടായാലും ഉറച്ച മനസ്സോടെ ഇല്ല എന്ന് പറയാൻ കഴിയണം. അതാണ് അർജുനൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അർജുനൻ തന്റെ ആ അതിർവരമ്പ് വളരെ വ്യക്തമായി പറഞ്ഞു. 3 ലോകങ്ങളുടെ ഭരണം തന്നാൽ പോലും ഞാൻ എന്റെ സ്വന്തക്കാരെ കൊല്ലില്ല. അത് എന്റെ ലൈനാണ്. അപ്പോൾ എന്റെ ചോദ്യം നിങ്ങളോടാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ആ അതിർവരമ്പ് ഏതാണ്? എന്ത് വില കൊടുത്താലും നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്നുറപ്പുള്ള ആ ഒരു കാര്യം അതെന്താണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.